എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. 33 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അത്യാവശ്യം നല്ല തടിയും വണ്ണമൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കും. പക്ഷേ തക്കാളി മാത്രം കഴിക്കാറില്ല. തക്കാളി കഴിക്കാത്തതിൻ്റെ കാരണം മറ്റൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറിക് ആസിഡിൻ്റെ ലെവൽ ചെറുതായിട്ട് കൂടുതലായതുകൊണ്ട്, കിഡ്നി സ്റ്റോൺ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇദ്ദേഹത്തിന് ഓൾറെഡി അസിഡിറ്റീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും തക്കാളി കുറച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കംപ്ലീറ്റ് ആയിട്ട് തക്കാളി ഒഴിവാക്കി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും ഇതേപോലെ തക്കാളി കഴിക്കണോ ഒഴിവാക്കണോ, തക്കാളിക്ക് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണോ ഉള്ളത്, അതോ തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണോ കൂടുതലുണ്ടാവുക, ഞാൻ അന്ന് ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ക്ലാസ്സിൻ്റെ രൂപത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡയറ്റിൽ തക്കാളി കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ബേൺസ് ആണ്. അതായത് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ ഉണ്ടാവാം, യൂറിനറി പ്രോബ്ലംസ് ഉണ്ടാവാം. യൂറിനറി പ്രോബ്ലംസിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സലേറ്റ്സ് ആണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവാം. അതായത് എന്ത് തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ബാത്റൂം പോകണം എന്നുള്ള തോന്നലുണ്ടാവാം. ബോഡി പെയിൻ ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം, സ്കിന്നിൽ ചെറിയ കളർ ചേഞ്ചസ് ഉണ്ടാവാം, കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാൽമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷനും തക്കാളിയിലൂടെ നമുക്ക് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഇനി പറയാനുള്ളത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. യൂറിക് ആസിഡ് കാരണം ഗൗട്ട് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ യൂറിക് ആസിഡ് കൂടുതലുള്ള എല്ലാവർക്കും ജോയിൻസിൽ പെയിനോ ആർത്രൈറ്റിസോ അതൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. കൂടുതൽ സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ളത് തക്കാളി കഴിക്കുന്നതിനനുസരിച്ച് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാറുണ്ടെന്നാണ്. പക്ഷേ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടിയിട്ട് അത് ഗൗട്ട് അറ്റാക്കിലേക്കൊന്നും ചെന്നെത്തിക്കാറുണ്ടെന്ന് പറയാറില്ല. ഗൗട്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിൻ്റെ കൺസംഷൻ കുറയ്ക്കണം, മദ്യപാനം നിർത്തണം, റെഡ് മീറ്റ് കഴിക്കുന്നത് കുറയ്ക്കണം. നിങ്ങൾക്ക് ഓൾറെഡി യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ പോലും തക്കാളി കഴിച്ചിട്ട് നിങ്ങൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സിംറ്റംസോ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇനി കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയിൽ ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓക്സലേറ്റ്സ് മാത്രമല്ല യൂറിനിലോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കഴിക്കുന്നത് കുറയ്ക്കുന്നതിന് പകരം മറ്റ് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് തക്കാളി കൃഷി ചെയ്യുന്ന മണ്ണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മണ്ണിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന തക്കാളീൻ്റെ ക്വാളിറ്റിയും കുറയാൻ ചാൻസസ് ഉണ്ട്. ലെഡ് പോലത്തെ ഹെവി മെറ്റൽസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പെസ്റ്റിസൈഡ്സും പൊല്യൂട്ടൻസും ഒക്കെ ഈ തക്കാളിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണം കൊണ്ടും തക്കാളീനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ തക്കാളി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കർഷകരുടെ അടുത്ത് നിന്ന്, നിങ്ങൾക്ക് വിശ്വാസമുള്ള കർഷകരുടെ നിന്ന് വാങ്ങിക്കുന്ന കാര്യം നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ പ്രോബ്ലംസ് അല്ലാതെ തക്കാളി നിങ്ങളുടെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണെന്നും കൂടി ഞാൻ പറയാം. അതിൽ ആദ്യം പറയാനുള്ളത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾ മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് മുമ്പേ കേട്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്തിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. മെഡിറ്ററേനിയൻ ഡയറ്റിൽ തക്കാളി കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് മെഡിറ്ററേനിയൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക് 61% കുറവായിരുന്നു എന്നാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപീനിന് പലതരത്തിലുള്ള ക്യാൻസറിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോളോറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറൊക്കെ. ഇത് മാത്രമല്ല, നിങ്ങളൊരു മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയിലുള്ള ലൈക്കോപീൻ നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ബ്ലഡിലേക്ക് കയറാനുള്ള ചാൻസസ് ഒളിവ് ഓയിലിന് വർദ്ധിപ്പിക്കാൻ സഹായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, തക്കാളിയിൽ പലതരത്തിലുള്ള ബീറ്റ കരോട്ടിനോയിഡ്സ് ഉണ്ട്. പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി പോലത്തെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും തക്കാളിയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനും ക്യാൻസർ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനുള്ള കഴിവാണ്. ഇതും പലതരത്തിലുള്ള മെറ്റാ അനാലിറ്റിക് സ്റ്റഡീസ്, അതായത് ഏകദേശം 25ലും കൂടുതൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുന്ന സമയത്താണ് തക്കാളി കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണമുണ്ടാകുന്ന മരണനിരക്ക് അത് ഏകദേശം 37% വരെ കുറയ്ക്കാൻ പറ്റുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപീൻ തന്നെയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനുള്ള കഴിവും തക്കാളിക്ക് നൽകുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടും കൊറോണറി ഹാർട്ട് ഡിസീസാണ്. ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്, ഇത്തരത്തിലുള്ള രോഗങ്ങൾ കുറച്ച് നിർത്താൻ തക്കാളിക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ
തലച്ചോറിനെയും നെർവ്സിനെയും ന്യൂറോൺസിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇതിൻ്റെ ഉദാഹരണമാണ് അൽസീമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, തലച്ചോറിലേക്കൊക്കെ രക്തോട്ടം കുറഞ്ഞിട്ടുണ്ടാകുന്ന സ്ട്രോക്കും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും, ഇതൊക്കെ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസ് ആണ്. പലതരത്തിലുള്ള ആനിമൽ സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് പോലത്തെ എൻസൈംസിനൊക്കെ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ആൽസീമേഴ്സ് ഡിസീസിൽ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള എമൈലോയിഡ് പ്ലേക്സ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഒക്കെയാണ് നമ്മളുടെ ബ്രെയിനിൽ പോയി ഇത്തരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറച്ച് നിർത്താനുള്ള കഴിവ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസും പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. നാലാമത്തെ ബെനിഫിറ്റ് പറയാനുള്ളത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കാര്യത്തിലാണ്. കരോട്ടിനോയിഡ്സ്, മെയിൻലി ബീറ്റ കരോട്ടിനോയിഡ്സിനൊക്കെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് നിർത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് നമ്മുടെ ബ്ലഡിലുള്ള ബീറ്റ കരോട്ടിൻ്റെയും ലൈക്കോപ്പീൻ്റെയും അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഈ സ്റ്റഡി നടത്തിയത് പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള പ്രമേഹ രോഗികളിലായിരുന്നു. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന് ഹൈപ്പോഗ്ലൈസീമിക് പ്രോപ്പർട്ടീസ്, അതായത് രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറച്ച് നിർത്താനുള്ള കഴിവുണ്ടെന്നും ഹൈപ്പോ ലിപ്പിഡീമിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. രക്തത്തിലുള്ള ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിൻ്റെ അളവ് കുറച്ച് നിർത്താനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. അഞ്ചാമത്തെ ബെനിഫിറ്റ് പറയാനുള്ളത് നിങ്ങളുടെ സ്കിൻ ഹെൽത്തിനെ കുറിച്ചാണ്. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹാംഫുൾ എക്സ്പോഷർ, മെയിൻലി സൂര്യകിരണങ്ങളിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസും മറ്റു തരത്തിലുള്ള റേഡിയേഷൻസൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. ആ പ്രകാരം സൺബേൺസ് കുറയ്ക്കാൻ പറ്റും, സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലതാക്കാൻ സാധിക്കും, പലതരത്തിലുള്ള സ്കിൻ ക്യാൻസറും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ തക്കാളി കൂടുതൽ കഴിച്ചാൽ മാത്രം മതി. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിനോയിഡ്സിനൊക്കെ അൾട്രാവയലറ്റ് ബി ടൈപ്പിലുള്ള റേഡിയേഷൻസ് കാരണം ഉണ്ടാക്കുന്ന എർത്തീമ, അതായത് സ്കിന്നിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റെഡ് കളറിലുള്ള റാഷസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. ആറാമത്തെ ബെനിഫിറ്റ് പറയാനുള്ളത് ഗട്ട് മൈക്രോബിയത്തിനെ മികച്ചതാക്കാനും ഹെൽത്തി ആക്കാനുമുള്ള ടൊമാറ്റോൻ്റെ കഴിവാണ്. ഗട്ട് മൈക്രോബിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടലിൽ താമസിക്കുന്ന പലതരത്തിലുള്ള ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ വൈറസസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, ആർക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബിയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മികച്ചതായിരിക്കണം. അതിന് ടൊമാറ്റോ പോലത്തെ ഫ്രൂട്ട്സിന് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും ഫൈബറിനും ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബിയത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനും നമ്മളുടെ ബ്രെയിനും ഇൻറ്റസ്റ്റൈനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് മൈക്രോബയോം ആണെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന ഇൻഫ്ലമേഷനും കുറച്ച് നിർത്തി പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, ഉദാഹരണത്തിന് സീലിയാക് ഡിസീസസും അൾസറേറ്റീവ് കൊളൈറ്റിസും ഒക്കെ വരുന്നതിൻ്റെ ചാൻസസും കുറയ്ക്കാൻ പറ്റുന്ന സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏഴാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിനും ലൈക്കോപ്പീനും ബീറ്റ കരോട്ടീനും ഒക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പറായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, ഇതേ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും വൈറ്റമിൻസിനും ഒക്കെ എക്സസൈസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അത് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എക്സസൈസിൽ നിന്നുള്ള റിക്കവറി മികച്ചതാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവും ടൊമാറ്റോ പോലത്തെ ചെറിയൊരു ഫ്രൂട്ടിന് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവുക എങ്ങനെയാണ് ഈ തക്കാളി കഴിക്കേണ്ടത്, എങ്ങനെ തക്കാളി കഴിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. റോ ആയിട്ടോ ഫ്രഷ് ആയിട്ടോ കഴിക്കാം, കുക്ക് ചെയ്തിട്ടോ ബോയിൽ ചെയ്തിട്ടോ കറിയാക്കിയിട്ടോ കഴിക്കാം. തക്കാളി ഏത് രീതിയിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് ബെനിഫിറ്റ്സ് കിട്ടും. തക്കാളി ചൂടാക്കിയിട്ടോ പാകം ചെയ്തതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ലൈക്കോപ്പീൻ്റെയും ഫീനോളിക്സിൻ്റെയും ഒക്കെ അളവ് കൂട്ടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ചൂടാക്കാതെ ഫ്രഷ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ലൈക്കോപ്പീനൊക്കെ നമ്മളുടെ വയറിൽ നിന്നും ബ്ലഡിലേക്ക് വലിച്ചെടുത്ത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. പക്ഷേ ചൂടാക്കി കഴിഞ്ഞാൽ ഇതേ ലൈക്കോപ്പീൻ്റെയും ബീറ്റ കരോട്ടീൻസിൻ്റെയും ഒക്കെ അളവ് ബയോ അവൈലബിലിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ചൂടാക്കുന്നതിൻ്റെ മറ്റൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി, മറ്റു തരത്തിലുള്ള വാട്ടർ സോളിബിൾ വൈറ്റമിൻസും
മിനറൽസിൻ്റെയും അളവ് ചിലപ്പോൾ കുറയാം. ഞാൻ പല രീതിയിലും തക്കാളി കഴിക്കാറുണ്ട്. അധികവും ഏറ്റവും കൂടുതലായിട്ട് തക്കാളി കഴിക്കുന്നത് ഫ്രഷായി സാലഡിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കുന്ന സമയത്താണ്. എന്ത് രീതിയിലുള്ള വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ എന്തായാലും തക്കാളി ഉണ്ടാവും. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ തക്കാളി എങ്ങനെ പാചകം ചെയ്യുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം നിങ്ങൾക്ക് തക്കാളി എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി ഉള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കെച്ചപ്പ്, സോസ്, നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ടൊമാറ്റോ സൂപ്പ്, ഇതൊക്കെ ഹൈലി പ്രോസസ്ഡ് ആണ്. ടൊമാറ്റോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യലായി പാക്കറ്റിൽ കിട്ടുന്ന പൊടികളും കുപ്പിയിൽ കിട്ടുന്ന പ്രോസസ്ഡ് ടൊമാറ്റോ കഴിക്കുന്നതിനേക്കാളും നല്ലത് തക്കാളി വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഏത് രീതിയിലെങ്കിലും കഴിച്ചാൽ മതി. അവസാനം കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, തക്കാളി മികച്ചൊരു ഫ്രൂട്ടാണ്. ഇതൊരു ഫ്രൂട്ടാണ്, ഒരു വെജിറ്റബിൾ അല്ല എന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾക്ക് സേഫ്ലി എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിലൊന്ന് അവക്കാഡോവും, രണ്ടാമത്തത് തക്കാളിയുമാണ്. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക തക്കാളിക്ക് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. അതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ അധികം ആൾക്കാർക്കും വരാറുമില്ല. യൂറിക് ആസിഡൊക്കെ കൂടി പോകുന്ന പ്രശ്നങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ന്യൂസിലാൻഡ് പോലത്തെ കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുമോ, കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പേടിച്ചിട്ട് നിങ്ങൾ തക്കാളി കഴിക്കുന്നത് ഒഴിവാക്കരുത്. ഞാൻ പറയുന്നത് തക്കാളി നിങ്ങൾ കൂടുതൽ കഴിക്കണമെന്നല്ല, പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരൊറ്റ തരത്തിലുള്ള ഭക്ഷണം, അത് ഫ്രൂട്ടാവട്ടെ വെജിറ്റബിൾ ആവട്ടെ, അത് കൂടുതൽ കഴിക്കുന്നതിനേക്കാളും പല തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും നമ്മളുടെ ഡയറ്റിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. കേരളത്തിലുള്ള ആൾക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ ചെറിയ പഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ട് തക്കാളിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് തക്കാളി കഴിക്കുന്നത്? അത് റോ ആയിട്ട് കട്ട് ചെയ്തിട്ടാണോ അതോ പാചകം ചെയ്തതിന് ശേഷമാണോ കഴിക്കുന്നത്? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ പ്ലേലിസ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടിയൊക്കെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ചാനൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ മെമ്പർ ആവാൻ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.